ലാസ്റ്റ് മെയിനായി വന്നാൽ നമുക്ക് മൂന്നാൾക്ക് വീടിൻ്റെ ഉള്ളിലാണ് ഫുഡൊക്കെ ഉണ്ടായിരുന്നത്. എല്ലാവരും പന്തലിലേക്ക് ഇരുന്ന് കഴിച്ച് വെറും ഒരു 2 മണിക്കൂർ ലേറ്റ് ആയിനാണ് ഈ പാവത്തിൻ്റെ ഇട്ടുകൊണ്ട് എല്ലാവരും തിന്നണത്. അങ്ങനെ ഫൈനലി നമ്മൾ കാത്തിരുന്ന സദ്യ നമുക്ക് കിട്ടി. എൻ്റെ മോനെ ഒന്നും പറയല്ല, സൂപ്പർ സാധനം. വലിയ വലിയ ക്രിയേറ്റേഴ്സ് ഒക്കെ ചെയ്യണോ ഈ ഫുഡ് കഴിക്കുമ്പോണ്ടല്ലോ, അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇത്രേ ഇതപ്പം പറഞ്ഞത് കുറച്ച് ചീത്തയും കളിയാക്കലൊക്കെ കിട്ടിയെങ്കിലും ചെറുക്കനൊക്കെ നല്ല എൻജോയ് ചെയ്തുകൊണ്ട് അടിച്ച് കയറ്റുന്നുണ്ട്. വേറൊരു സ്ഥലത്ത് പോയിങ്ങാണ്ട് സദ്യ കഴിച്ച് വന്നിട്ടാണ് ഓനി തീറ്റ വന്നിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെ നമ്മൾ ഈ ഒരു സദ്യ കഴിക്കേണ്ടത് എങ്ങനെയാണോ നല്ല തുടച്ച് വൃത്തിയായിട്ട് ഒരു സദ്യ കഴിച്ചു. നിങ്ങളിങ്ങനെ പായസത്തേക്ക് പപ്പടമൊക്കെ കൂട്ടിയാണ് കഴിക്കലുണ്ട്. സൂപ്പറായിട്ട്. അങ്ങനെ സദ്യൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയാണ് കുറച്ച് നേരം നമ്മൾ വർത്താനൊക്കെ പറഞ്ഞു കിടന്നത്. നമ്മൾ എല്ലാവരും കൂടി കൂടിയാണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് പുറത്തിറങ്ങി. നമ്മൾ പിന്നെ എവിടേക്ക് ഇറങ്ങിയാലും ഇങ്ങനെ തന്നെയാണ് അവസ്ഥ ഉണ്ടാവില്ല. നമ്മൾ ചെറിയ വെളിച്ചം കണ്ടുകൊണ്ട് പുറത്തിറങ്ങിങ്ങാണ്ട് പോയി കുറച്ചെത്തിയപ്പോഴത്തേനും മഴ ഇത് കുടുങ്ങിയിരുന്നു. അങ്ങനെ ഫോട്ടോ എടുക്കലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി തിരിച്ചു പോകാണല്ലോ. അപ്പോൾ ഒരു പിരിയാൻ ചായ കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കാൻ കയറി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഓണം ദിവസം ഉണ്ടായത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേറെ വീഡിയോയിൽ കാണാം. വേറെ വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.